കാനഡയിലെ കേസ് പറയുമ്പോൾ കാനഡയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടത് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ആണ് കാനഡയിൽ കൊടുക്കുന്നത്. PR എന്ന് പറയുന്നതാണല്ലോ എല്ലാവരുടെയും ഫോക്കസ്. ഇത്രയും ലക്ഷങ്ങൾ നമ്മൾ മുടക്കി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു PR എത്തണം. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റേജിൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. പക്ഷേ ഒരാൾ വന്നിട്ട് അയാൾക്ക് ഒരു രീതിയിലും റിലേറ്റബിൾ അല്ലാത്ത ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അവിടെ PR ലിസ്റ്റിലുണ്ട്, എനിക്ക് അതിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഏതൊരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്താലും നമ്മൾക്കത് സൂട്ടബിൾ ആണോ, ഓക്കെ, നമുക്ക് അവിടെ എത്രമാത്രം സർവൈവൽ ഉണ്ട്, നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്ര ഡ്യൂറേഷനുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടും, ഇതെല്ലാം ഒരു സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല എൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് പോയി അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുള്ളൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ ഒരു UK പോകുന്ന കുട്ടിയുടെ വൈ UK, why this particular program, why this university, your future plans, after studies within 5 years നിങ്ങൾ എവിടെ എത്താനാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽസ്, ഇതെല്ലാമാണ്. പിന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റീസ്. നിങ്ങൾ ഏതൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോയാലും നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ റിലേറ്റഡ് സബ്ജക്ട്സിൽ സ്കിൽസ് അക്വയർ ചെയ്യുന്നോ അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുന്നോ അത്രമാത്രം നിങ്ങൾക്ക് അവിടെ പോസിബിലിറ്റീസ് കൂടുതലാണ്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ജർമ്മനിക്ക് പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി വേണമോ എന്നുള്ളത്. അത് ഉള്ളത് നല്ലതാണ്. വിദേശത്ത് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സ്റ്റുഡൻറ് വിസയിലും ജോബ് വിസയിലും നിരവധി മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കാറുണ്ട്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ ചാപ്റ്റർ ഇന്റർനാഷണൽ ഫൗണ്ടർ ലിമ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. അപ്പം നമുക്കറിയാം, UK ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും കാനഡ ആണെങ്കിലും വിസയിൽ എപ്പോഴും മാറ്റങ്ങൾ വരാറുണ്ട്. അതിപ്പോൾ സ്റ്റുഡൻറ് വിസ ആയിക്കോട്ടെ, ജോബ് വിസ ആയിക്കോട്ടെ. ഇപ്പം വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ ദിവസവും നമ്മൾ അപ്ഡേഷൻസ് കാണാറുണ്ട്. ഏതൊരു ഡെസ്റ്റിനേഷൻസിലേക്കും പോകുന്ന സ്റ്റുഡൻസ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു വിസ നിയമങ്ങൾ അവർക്ക് പാലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്മിഷൻസ് റിക്വയർമെൻറ്റ്സും അവരുടെ പ്രൊഫൈൽ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ UK കാര്യം പറഞ്ഞല്ലോ, UK ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. അപ്പോൾ UK പറയുന്ന ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് വെരിഫിക്കേഷൻസ് മാൻഡേറ്ററിലി ഉണ്ടാവും. ഇമിഗ്രേഷൻ്റെ ഭാഗത്തുനിന്ന് ഫിനാൻഷ്യൽസ് ഉണ്ടാവും. ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് വളരെ മാൻഡേറ്ററി ആണ്, അതിൻ്റെ വെരിഫിക്കേഷൻ പോകും. ഇനി സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് ലെറ്റേഴ്സ് ഒക്കെ കൊടുക്കുമല്ലോ, അത് ഫേക്ക് ആണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അവരുടെ പ്രൊഫൈല് ഒരു രാജ്യത്തേക്ക് സബ്മിറ്റ് ചെയ്യുന്നത്, അത്രമാത്രമായിരിക്കും അവരുടെ വിസ സക്സസ് റേഷ്യോ വരുന്നത്. കോളേജിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒരു അഡ്മിഷൻ ലെറ്റർ കിട്ടി എന്നുള്ളത് അതൊരു ഫൈനൽ ഡിസിഷൻ അല്ല. എപ്പോഴും ഒരു വിസ ഓഫീസറാണ് അതിൻ്റെ ലാസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ഔട്ട്കം വരുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ ക്രിസ്റ്റലായിട്ട് നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, അത് അക്കാഡമിക്സ് ആയാലും എക്സ്പീരിയൻസ് ആയാലും ഫിനാൻഷ്യൽസ് ആയാലും ആ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളില്ലാതെ വിസ ക്ലിയറൻസ് കിട്ടിയിരിക്കും. ഏതൊരു രാജ്യത്തിനും അതിൻ്റേതായ ഒരു നിയമ നടപടികളുണ്ടല്ലോ, അവരുടേതായ ലോ ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന കൺസൾട്ടേഷൻസിൽ ഇന്ന രാജ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്. നിങ്ങളുടെ പ്രൊഫൈൽ ഈ രാജ്യത്തേക്ക് സൂട്ടബിൾ ആവൂട്ടോ, അല്ലെങ്കിൽ ഇതിലേക്ക് ബുദ്ധിമുട്ടുണ്ടാവൂട്ടോ. കുറേയധികം ചില രാജ്യങ്ങൾക്ക് കുറേയധികം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പം അത് മീറ്റ് ചെയ്യാത്ത ഒരാളെ അങ്ങോട്ടേക്ക് വിടാൻ പോസിബിൾ അല്ലല്ലോ. അപ്പം ഇതെല്ലാം ഫസ്റ്റ് കൗൺസിലിങ്ങിലും 1, 2, 3 കൗൺസിലിങ്ങിലും പാരൻസ് ആയിട്ട് വരെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം മാം പറഞ്ഞല്ലോ, ഒരു വിസേൻ്റെ അവസാനം നമ്മൾ ആ രാജ്യത്തേക്ക് എത്തണമെന്ന് തീരുമാനം എടുക്കുന്ന വിസ ഓഫീസർ ആയിരിക്കും. പക്ഷേ ഇതിന് മുന്നേ നമ്മൾ കോളേജിൽ ഫീസൊക്കെ അടച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വിസ റിജക്റ്റ് ആയാൽ നമുക്ക് കോളേജിൽ നിന്ന് ഫണ്ട് തിരികെ കിട്ടുമോ? അതിന് സ്റ്റുഡൻസ് പിന്നെ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? ഒരു വിസ റെഫ്യൂസൽസിൽ വരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടൊരു വിസ ഓഫീസർ ആ വിസ റെഫ്യൂസൽ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇന്നിന്ന റീസൺസ് ആണ് നിങ്ങളുടെ വിസ റെഫ്യൂസലിന് കാരണമെന്ന്. സ്റ്റുഡൻസ് ആദ്യം ഒരു 50% ഫീസ് അടച്ചിട്ടായിരിക്കും പോകുന്നത്, ഈ വിസയിലേക്ക് എത്തുന്നത്. അതില്ലാതെ ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളും ഉണ്ട് കേട്ടോ, പക്ഷേ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ജനറലി പോകുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ, UK ഒക്കെ ആണെങ്കിൽ ആദ്യം ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് അടച്ചിട്ട് തന്നെയാണ് കുട്ടികൾ വിസയിലേക്ക് എത്തുന്നത്. ഇനി വിസ റെഫ്യൂസൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം യൂണിവേഴ്സിറ്റീനെ അറിയിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും ഓഫർ ലെറ്ററിൽ വ്യക്തമായിട്ട് റീഫണ്ട് പോളിസി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് ഉണ്ടാവും, ഒരു €200 £200 അല്ലെങ്കിൽ $200 ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് സ്റ്റുഡൻസിന് റീഫണ്ടാണ്. നമ്മൾ തന്നെയാണ് ആ റീഫണ്ട് പ്രോസസ്സ് കോളേജിലേക്ക് അപ്ലൈ ചെയ്ത് സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് എത്താൻ ഏകദേശം ഒരു 4 weeks to 8 weeks ഡ്യൂറേഷൻ എടുക്കാറുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇങ്ങനെ വിസ റിജക്റ്റ് ആകുമ്പം കുട്ടികൾ ഭയങ്കര മെൻ്റലി ഡിപ്രസ്ഡ് ആവാനുള്ളൊരു സാഹചര്യം, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ?
അത് നമ്മൾ ഫസ്റ്റ് കൗൺസിലിങ്ങിൽ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളെപ്പോഴും ഒരു പ്ലാൻ ബിയും കൂടെ തയ്യാറായിട്ടിരിക്കണം. എ മാത്രമായിരിക്കില്ലല്ലോ വേണ്ടുന്നത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുകയാണ്, നമ്മളുടെ കൃത്യമായി നമ്മളുടെ പ്രൊഫൈൽ മനസ്സിലാക്കി നമ്മൾ അവരുടെ പ്രൊഫൈലിൽ കാണാത്ത പല കാര്യങ്ങളും നമ്മൾ കാണും. അപ്പോൾ ഇന്നിന്ന പോയിന്റിൽ ഇന്നിന്ന ഇഷ്യൂസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾ ഓൾമോസ്റ്റ് പ്രിപ്പയർഡ് ആയിരിക്കും. എന്നാലും നമ്മൾക്കും സ്വാഭാവികമുണ്ട്, നമുക്കൊരു വിസ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾക്കും ആ വിസ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കുമല്ലോ. പക്ഷേ അതനുസരിച്ച് ഒരാളെ വെൽ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്ര ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാവില്ല. എന്നാലും അവർ ഒരു ഏകദേശം അവർ പ്രിപ്പയർഡ് ആയിരിക്കും. അവരുടേതായ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ലേ, ഒരു ഓപ്പറേഷന് കയറുമ്പോൾ ആ ഡോക്ടർ എന്തെല്ലാം പറഞ്ഞിരിക്കുക, അതേപോലെ തന്നെ നമ്മൾ അത് ഫുൾ ആ പ്രൊഫൈൽ ഓപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ആ കുട്ടീനോട് എല്ലാ ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ അത്ര വലിയൊരു പാനിക് അറ്റാക്ക് അവർക്ക് വരാറില്ല. പക്ഷെ നമുക്ക് ഇതുവരെയും എല്ലാം 100% വിസ സക്സസ് ആണ് ഇതുവരെ വന്നിട്ടുള്ളത്. അത് ബൈ ഗോഡ്സ് ഗ്രേസ്. പക്ഷേ റെഫ്യൂസൽസ് സംഭവിക്കാം, അത് ഈ ഒരു ഫീൽഡിൽ ഉള്ളതാണ്. പക്ഷെ അതിന് എന്തെല്ലാം നമ്മൾക്ക് ഓവർകം ചെയ്ത് അത് എങ്ങനെ ഒരു സക്സസ്ഫുൾ വിസ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ബാക്ക് എൻഡിൽ ഇരുന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരതിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ കാണുന്ന ഒന്നാണ് അമേരിക്കയിലെ ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുന്ന മാറ്റം. H1B വിസ അടക്കം F1 വിസയിൽ അടക്കം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് മറികടക്കാൻ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് കുട്ടികൾ കൈകാര്യം ചെയ്യേണ്ടത്? ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുമല്ലോ ഇവിടെ ഇപ്പോൾ ഈ വിസയിലും അല്ലെങ്കിൽ ഇമിഗ്രേഷനിലൊക്കെ മാറ്റങ്ങൾ വരുന്നത്. അപ്പം അവിടെ പെട്ടുപോകുന്ന കുട്ടികൾ ആശങ്കയിലായി പോകില്ല, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഈ പറയുന്ന വിസ നിയമങ്ങളിൽ മാറ്റം വരുമ്പോൾ ഓൾറെഡി അവിടെ ഉള്ളവർക്ക് അത് ബാധകമായിരിക്കില്ല. ഇനി കയറാൻ പോകുന്നവർക്ക് ഇപ്പോൾ സപ്പോസ് സെപ്റ്റംബർ ഇൻടേക്കിൽ ഒരു പുതിയ നിയമം വരെയാണ്. ഓക്കെ, അത് സെപ്റ്റംബർ ഇൻടേക്ക് അവിടെ ഓൾറെഡി ഉള്ളവർക്ക് അത് ബാധിക്കില്ല. പക്ഷെ ഇനി കയറി പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ പറയുന്ന പുതിയ നിയമം ബാധകമായിരിക്കും. റീസെൻ്റ്ലി വന്നതാണ് UK പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ 22 years എന്നുള്ളത് 18 months ആക്കിയിട്ടുണ്ടായിരുന്നു. അത് വരുന്നത് എന്ന് തുടങ്ങിയാന്ന് ചോദിച്ചാൽ ജാനുവരി 2027 തുടങ്ങിയാണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവുമല്ലോ, അവരുടെ ഗ്രാജുവേഷൻ കഴിയുന്നത് ജാനുവരിയിലാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ ജാനുവരിയിൽ കയറിയ കുട്ടികളുടെ ഗ്രാജുവേഷൻ ജാനുവരി 2027 അവർക്ക് 18 months പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ടാവുള്ളൂ. പക്ഷെ കഴിഞ്ഞ സെപ്റ്റംബറിൽ കയറിയ സ്റ്റുഡൻസ് ഉണ്ടാവും, അവരുടെ ഗ്രാജുവേഷൻസ് ഏകദേശം ഈ പറയുന്ന സെപ്റ്റംബറോട് തീരുകയാണ്. അപ്പോൾ അത് പറയുന്നത് PSW വിസ ഡിസംബർ 31 മുന്നേ ആയിട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 2 year കിട്ടും. അതായത് സെപ്റ്റംബറിൽ പോയവർക്ക് അത് മാൻഡേറ്ററിൽ കിട്ടിയിരിക്കും. അത് പക്ഷേ അവർ ഡിസംബർ 31 ഉള്ളിൽ ഫയൽ ചെയ്തിരിക്കണം. പക്ഷേ ഈ ജാനുവരിയിൽ പോയവർക്ക് അത് ആപ്ലിക്കബിൾ ആവില്ല. കാരണം ഈ ജാനുവരിയിൽ പോയവരുടെ ഗ്രാജുവേഷൻ വരുന്നത് ജാനുവരി 2027 അപ്പോൾ ഡിസംബർ 31 അവർക്ക് എന്തായാലും ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അവരുടെ പോസ്റ്റ് സ്റ്റഡി അവർക്ക് 18 months വരുള്ളൂ. അപ്പോൾ എപ്പോഴും അത് ഈ ജാനുവരി പോയവരോട് നമ്മൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 18 months ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിയുന്നത് ജാനുവരി 2027 പിന്നെ ഇപ്പോൾ ക്രിസ്റ്റീന ചോദിച്ച പോലെ തന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ബാധകമാണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ന്യൂ ഇംപ്ലിമെൻറ്റേഷൻസ് ഇനി കയറി പോകാൻ വരുന്ന കുട്ടികളെ ആയിരിക്കും കൂടുതലായിട്ട് ബാധിക്കുന്നത്. പ്രീവിയസ്ലി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് മിക്കപ്പോഴും ആപ്ലിക്കബിൾ ആവാറില്ല. വൺസ് നമ്മൾ കുട്ടികളെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടൊരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കോൺടാക്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അവർ ഇപ്പോഴും എന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അവരുടെ ടൈം സോൺ അനുസരിച്ചിട്ട് എണീറ്റ് സംസാരിക്കേണ്ടതും വരാറുണ്ട്. കാരണം അവർക്ക് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് അക്കോമഡേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അവർക്ക് അവിടെ ചെന്നിട്ട് മാക്സിമം പാർട്ട് ടൈമിൻ്റെ അസിസ്റ്റൻസ് വരെ നമ്മൾക്ക് ചില ഏരിയാസ് ഉണ്ട്, അവിടെയുള്ള പാർട്ട് ടൈം പ്രൊവൈഡേഴ്സായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഇന്ന സ്ഥലത്ത് എനിക്ക് അഡ്മിഷൻസ് വേണം. കൂടുതൽ കുട്ടികൾ വരുന്നത് നമുക്ക് റെഫറൻസ് ത്രൂ ആണ്. ആ റെഫറൻസിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നിട്ട് പഠിക്കാനൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിച്ചത്, അവർ ഒരു കാര്യം മാത്രമായിരിക്കും അവർ അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അക്കോമഡേഷൻ്റെ ഇത് ലാഭിക്കാമല്ലോ. പക്ഷെ അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ ചിലപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും, അവർക്ക് പാർട്ട് ടൈമിലേക്ക് എത്താൻ ആ ഒരു പെർട്ടിക്കുലർ ഏരിയ ചിലപ്പോൾ പാർട്ട് ടൈമിന് അത്രമാത്രം പോസിബിലിറ്റി ഉള്ളതായിരിക്കില്ല. നമ്മളിതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ അവരെ അങ്ങോട്ടേക്ക്, അവരുടെ ചോയ്സാണ് ഫൈനൽ. പക്ഷേ ചില കുട്ടികൾ പറയും അയ്യോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് വേറെ ലൊക്കേഷൻ പറഞ്ഞു തന്നോളൂ, വേറെ യൂണിവേഴ്സിറ്റി പറഞ്ഞു തന്നോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് മെയിൻലി ഇംഗ്ലണ്ട് റീജിയനിലാണ് നമുക്ക് കൂടുതൽ അക്കോമഡേഷൻ പ്രൊവൈഡേഴ്സും പിന്നെ UK കേസിൽ പ്രൊവൈഡേഴ്സും ഉള്ളത്. അതേപോലെ തന്നെ നോർത്തേൺ അയർലൻഡ്, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോ പ്രൊവൈഡേഴ്സിനും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ നേരിടാറില്ല. ഇപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യത്തിലായാലും പാർട്ട് ടൈമിൻ്റെ കാര്യത്തിലായാലും
അപ്പോൾ കുറേയധികം പുതിയ അസോസിയേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓരോരോ റീജിയൻസിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പാർട്ട് ടൈമിലേക്ക് എത്താനും അക്കോമഡേഷനിലേക്ക് എത്താനും. അതുകൊണ്ട് ഫുൾ പാക്കേജ് ആയിട്ടാണ് ഇവരോട് ഇന്ന് പോകുന്നത്. തീർച്ചയായിട്ടും അവർ നമ്മൾ അങ്ങേയറ്റം വരെയും നമ്മളവരെ ഓരോ സ്റ്റേജിലും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എൻ്റെ ഫസ്റ്റ് കൗൺസിലിംഗ് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഏതൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോയാലും നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ റിലേറ്റഡ് സബ്ജക്ട്സിൽ സ്കിൽസ് അക്വയർ ചെയ്യുന്നു അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് അവിടെ പോസിബിലിറ്റീസ് കൂടുതലാണ്. നിങ്ങളിപ്പോൾ ഒരു IT സൈബർ സെക്യൂരിറ്റി പഠിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ജോലി സെക്യൂർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അതിന് അഡീഷണൽ ആയിട്ട് വേണ്ടുന്ന സ്കിൽസ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്റ്റേ ബാക്ക് ഡ്യൂറേഷനുള്ളിൽ തന്നെ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റും. അതുപോലെ ഇപ്പം ഓസ്ട്രേലിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ UK US ഇങ്ങോട്ട് കയറി പോകുമ്പോൾ ഒത്തിരി പണം ആവശ്യമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലൊക്കെ ഏറ്റവും കൂടുതൽ എമൗണ്ട് വേണ്ട രാജ്യങ്ങളിലൊന്നാണ്. അപ്പം അപ്പോഴാണ് കുട്ടികൾ ജർമ്മനി എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. ജർമ്മനിയിൽ വിദ്യാഭ്യാസം ഫ്രീ ആണ് എന്നൊക്കെയുള്ള ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ട്രെൻഡായി വരുന്നുണ്ടല്ലോ. അപ്പം ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ നേടാൻ വേണ്ടി കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഫീസ് എൻറ്റയർലി ഫ്രീ ആണ്. അപ്പോൾ അതേപോലെ തന്നെ അക്കാഡമിക്സും സ്ട്രോങ് ആയിരിക്കണം. മിനിമം 70% എബോ അക്കാഡമിക്സ് ഉണ്ടായിരിക്കണം. ഈ 70% അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ കാരണം നമുക്ക് ഇവിടെ 3 years ഓഫ് ബാച്ചലർ ഡിഗ്രി പിന്നെ 4 years ഓഫ് എഞ്ചിനീയറിംഗ് ഡിഗ്രീസാണ് വരുന്നത്. അവർ എപ്പോഴും അവരുടെ ഒരു അക്കാഡമിക് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ലെവൽ താഴെയാണ് നിൽക്കുന്നത്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം അനുസരിച്ചിട്ടാണ് അവരെ ക്രെഡിറ്റ് പോയിന്റ്സ് നോക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് പോയിന്റ്സിൽ നമ്മൾ എപ്പോഴും താഴ്ന്നു നിൽക്കും. അപ്പോൾ നമ്മൾക്കൊരു 5% അപ്പോഴും കുറയും. അപ്പോൾ മിനിമം എത്രമാത്രം പെർസെൻറ്റേജ് കൂടുന്നോ അത്രയും നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ അഡ്മിഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. രണ്ടാമത്തേത് പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻസിൽ നമ്മൾ ആദ്യം സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് സ്റ്റുഡൻറ്റിനെല്ലാം പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കും. മിനിമം ഒരു 7-8 യൂണിവേഴ്സിറ്റിയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 യൂണിവേഴ്സിറ്റിയിൽ നിന്നെങ്കിലും നമ്മൾക്ക് അഡ്മിഷൻസ് പോസിബിലിറ്റി ഓഫർ ലെറ്റർ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു ചെറിയൊരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ അവർ പറയുന്നുണ്ട്. ആ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 150 euros ആയിരിക്കാം അല്ലെങ്കിൽ 250 euros ആയിരിക്കാം. അതിൽ കൂടുതലൊന്നും അവർക്ക് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരില്ല. പിന്നെ APS എന്ന് പറയുന്ന അക്കാഡമിക് ഇവാലുവേഷൻസ് ഉണ്ട്. അത് അവരതിൽ മാൻഡേറ്ററിൽ ചോദിച്ചിട്ടുണ്ടാകും. ആ ഒരു APS പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് ഏകദേശം ഒരു 18,000 rupees നമുക്ക് ഇവിടുന്ന് അത് ക്ലിയർ ചെയ്യാൻ എടുക്കുന്ന. ഒരു 1.5 months ഡ്യൂറേഷനോളം APSന് എടുക്കുന്നുണ്ട്. പിന്നെ IELTS റിക്വയർമെൻ്റ് ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ പ്രോഗ്രാംസ് ആണ്. ഏറ്റവും കുറഞ്ഞത് 6.5 5.5 കാണുന്നുണ്ട്. ഓവറോൾ 6.5 നോ ലെസ് ദാൻ 5.5 കാണുന്നുണ്ട്. പക്ഷേ ചില പ്രോഗ്രാംസ് ഹൈ കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ റിക്വയർമെൻറ്റും കൂടി തന്നെ ഇരിക്കാറുണ്ട്. ഇതൊക്കെയാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ജർമ്മനിക്ക് പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി വേണമോ എന്നുള്ളത്. അത് ഉള്ളത് നല്ലതാണ്, വേറൊന്നും കൊണ്ടല്ല. അവർക്ക് പാർട്ട് ടൈമിലേക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയാണ് പറയുന്നത്. നമ്മളിവിടെ ജർമ്മൻ ലാബ് ഉണ്ട്. നമ്മൾ അതായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് ബേസിക്സ് എങ്കിലും അവരോട് പഠിക്കാൻ പറയും. കാരണം ഒരു A1 എങ്കിലും A1 A2 എങ്കിലും എന്ന് വെച്ചാൽ ഒരു 6 months ഡ്യൂറേഷൻ ഉണ്ട് നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ആ പ്രോസസ്സ് ഡ്യൂറേഷനുള്ളിൽ നിങ്ങളൊരു ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും പാർട്ട് ടൈമിലേക്ക് കയറാൻ. നമ്മൾ സ്റ്റഡീസ് എല്ലാം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് തന്നെയാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്ന ഒന്നാണ്, അവിടെ ബോർഡുകളെല്ലാം തന്നെ എഴുതിയേക്കുന്നത് ജർമ്മൻ ഭാഷയിലാണ്, ഇംഗ്ലീഷിൽ ബോർഡുകളൊന്നും ഇല്ല, അതുകൊണ്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിവിടെ 6 months ഞാനിപ്പോൾ ഏതൊരു യൂറോപ്പ് ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുന്നവരോടും അവിടുത്തെ പെർട്ടിക്കുലർ ലാംഗ്വേജിൻ്റെ അറ്റ്ലീസ്റ്റ് ബേസിക് പ്രൊഫഷൻസി എടുക്കാൻ പറയുന്നത് ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബോർഡ് വായിക്കാനും അതേപോലെ അവർക്ക് പാർട്ട് ടൈമിലേക്ക് എത്താനും വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. എപ്പോഴും അത് നല്ലതാണ്. നമ്മളായാലും ഒരു രാജ്യത്ത് പോയി കഴിയുമ്പോൾ അയ്യോ ആരും ഇംഗ്ലീഷ് പറയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്കും ബുദ്ധിമുട്ടല്ലേ. ഇത് എങ്ങനെ നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കില്ലേ. അതുകൊണ്ട് തന്നെയാണ് ആ 6 മാസത്തെ പ്രോസസ്സിൻ്റെ ഇടയിൽ ഇത് ചെയ്യാൻ നിർബന്ധിക്കുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് വളരെ മടിയായിരിക്കും. പക്ഷെ ഞാൻ പറയും ഈ ഇപ്പോൾ കാണിക്കുന്ന മടി അവിടെ ചെന്ന് കഴിയുമ്പോൾ അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് വരില്ല എന്ന് തോന്നും. അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് അവിടെ ചെല്ലുമ്പോൾ സമാധാനത്തിൻ്റെ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ മിക്കവരും ചെയ്യാറുണ്ട്. ഈ ജർമ്മനി എപ്പോഴും നേഴ്സിംഗ് പഠിക്കാനാണോ മികച്ച രാജ്യം? എല്ലാവരും നേഴ്സിംഗ് പഠിക്കാൻ കൂടുതൽ ജർമ്മനി തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണാം. പിള്ളേരൊക്കെ +2 കഴിയുന്നു, A1 A2 ഒക്കെ എഴുതുന്നു, നേരെ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ജർമ്മനി തിരഞ്ഞെടുക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ആ പ്രോഗ്രാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി ലെവൽ ഓഫ് സ്റ്റഡീസ് അല്ല. അതായത് ജർമ്മനിയിൽ കൂടുതൽ പ്രായമായവരുടെ ജനസംഖ്യയാണ്. അപ്പോൾ അവരെ നോക്കാൻ നമ്മൾക്ക് പ്രത്യേകിച്ച് അവിടെയുള്ളവർക്ക് ആ ഒരു ചെറുപ്പക്കാരില്ല. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറേ സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസ് ഉണ്ടല്ലോ.
പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ നഴ്സിംഗ് ആണ് എടുക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവർ ചിന്തിക്കുന്നില്ല അവരൊരു ബാച്ചിലർ ഡിഗ്രി ആണോ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സാണോ. അതൊരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം മാത്രമാണ്. 3 ഇയർ ഹൗസ് ബിൽഡിങ്ങിലേക്ക് എത്തണമെങ്കിൽ +2 ക്വാളിഫൈഡ് ആയിരിക്കണം, A1 A2 B1 B2 ക്ലിയർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് ഹൗസ് ബിൽഡിങ്ങിലേക്ക് എത്തുന്നത്. അതിന് മുന്നേ ഉള്ള സ്റ്റേജിൽ വേറൊരു പ്രോഗ്രാമിലേക്കാണ് അവർക്ക് അഡ്മിഷൻ വരുന്നത്. അവിടെ ചെന്നിട്ട് അവർ B1 B2 ക്ലിയർ ചെയ്തിട്ടാണ് പിന്നെ ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹൗസ് ബിൽഡിങ്ങിൻ്റെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചിലവ് ചുരുങ്ങിയ ഒരു പ്രോഗ്രാമാണ്. 5 ലക്ഷത്തിനുള്ളിൽ അവർക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ജർമ്മനിയിലേക്ക് എത്താം എന്നുള്ളതാണ്. പിന്നെ ചില കുട്ടികളുണ്ട് കേട്ടോ, നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പാരലലി അവർ അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് സേഫർ സൈഡാണ്. കാരണം ഈ പറയുന്ന ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ജർമ്മനി മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. ആ ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം പഠിച്ച് ഞാൻ അവിടെ നഴ്സായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഓസ്ട്രേലിയയിലേക്കോ UK പോകാമെന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഒരു വിദേശ രാജ്യത്തെത്താൻ നഴ്സിംഗ് സെക്ടർ, അതേപോലെ തന്നെ വേറെ കുറേ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ഉണ്ട് അതിൽ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഹൗസ് ബിൽഡിംഗ്. കൂടാതെ ഇതിന് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഒരു കുട്ടിക്ക് ഫുൾ അക്കോമഡേഷനും എല്ലാം ഫ്രീ ആണ് ഈ പ്രോഗ്രാമിൽ. അതിൽ ഏകദേശം ഒരു 90,000 അവർക്ക് ഇൻറ്റേൺഷിപ്പ് എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മലയാളി ചിന്തിക്കുന്നത് 5 ലക്ഷമല്ലേ ചിലവാകുന്നുള്ളൂ, ഒരു 5 മാസം കൊണ്ട് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പക്ഷെ സപ്പോസ് ആ കുട്ടി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 മാത്രമാണ്. ഇത്ര വർഷങ്ങൾ അവിടെ നിന്നു എന്ന് പറഞ്ഞിട്ടോ നഴ്സിംഗ് അവിടെ ചെയ്തു എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അവർക്ക് അവിടെ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം മാത്രമാണ് ആ പ്രോഗ്രാം വരുന്നത്. ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് വൊക്കേഷണൽ പ്രോഗ്രാം നഴ്സിംഗ് മാത്രമല്ല, ഹൗസ് ബിൽഡിങ്ങിൽ വരുന്ന കുറേ സ്പെഷ്യലൈസേഷൻ എല്ലാം വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. ഒരു 3 ഇയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ 3 ഇയർ ബാച്ചിലർ ഡിഗ്രിയോ അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പല കുട്ടികളും ഇത് മനസ്സിലാക്കിയതിന് ശേഷം പാരലലി അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോ അവർ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ക്വാളിഫിക്കേഷൻ ആഡ് ഓൺ ആവുകയാണ്. പക്ഷേ ഈ ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് വെച്ചിട്ട് അവർക്ക് ഓസ്ട്രേലിയയിലേക്കോ UK കാനഡയിലേക്കോട്ടൊന്നും നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ രാജ്യത്തും നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ജർമ്മനിയിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ നഴ്സിംഗ് പോലെയുള്ള കോഴ്സുകളാണെന്ന് പറഞ്ഞു, അപ്പം UK ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ന്യൂസിലൻഡ് ആയിക്കോട്ടെ, ഇങ്ങനെ ഓരോ രാജ്യത്തും നമുക്ക് ജോലി കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള കോഴ്സുകൾ അങ്ങനെയുണ്ട്. അങ്ങനെ നിങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഏതൊരു ഡെസ്റ്റിനേഷൻസിലേക്ക് പോകുന്നൊരു കുട്ടിയാണെങ്കിലും അവരുടെ ഒക്യുപ്പേഷൻ ഷോർട്ടേജ് സ്കിൽ ലിസ്റ്റ് അവരുടെ ഇമിഗ്രേഷൻ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ക്രിസ്റ്റീന വന്നിട്ട് പറയാണ്, ക്രിസ്റ്റീന ഇപ്പോൾ ആക്ച്വലി ഒരു BBA പഠിച്ച ഒരാളാണെന്ന് വിചാരിക്കാം. ക്രിസ്റ്റീന വന്നിട്ട് പറയാണ് എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്ന് പറയാകുമ്പോൾ ഞാൻ ക്രിസ്റ്റീനയുടെ അക്കാഡമിക്സ് എടുക്കുന്നു, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് എടുക്കുന്നു. ഇത് രണ്ടും അവരുടെ ഒക്യുപ്പേഷൻ സ്കിൽ ലിസ്റ്റിലില്ലെങ്കിൽ ഞാൻ ക്രിസ്റ്റീനയോട് വ്യക്തമായിട്ട് പറയും ഇവരുടെ ഒക്യുപ്പേഷൻ സ്കിൽ ലിസ്റ്റിലില്ല. കാരണം ഒക്യുപ്പേഷൻ സ്കിൽ ലിസ്റ്റ് നോക്കി പോയി കഴിഞ്ഞാലാണ് PSW കഴിയുമ്പോൾ നമുക്കൊരു അവിടുത്തെ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് ജോബ് സെറ്റിൽമെൻറ്റിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ BBA എടുത്ത ഒരാൾക്ക് നമുക്ക് ബിസിനസ് അനലിറ്റിക്സ് കൊടുക്കാം. പക്ഷേ ക്രിസ്റ്റീന എടുത്തേക്കുന്ന മാർക്കറ്റിംഗ് സെക്ടറാണ്. അപ്പോൾ ബിസിനസ് അനലിറ്റിക്സിലേക്ക് എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്ത് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതേപോലത്തെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം നമ്മൾ SOPയിലും സപ്പോസ് ചില യൂണിവേഴ്സിറ്റിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, GS ഇൻ്റർവ്യൂ എന്നാണ് പറയുന്നത്, ജെന്യുവിൻ സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളൊരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്കൊരു ഫൈനൽ അൺകണ്ടീഷണൽ ഓഫർ കിട്ടുന്നത്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയും ഒക്യുപ്പേഷൻ ഷോർട്ടേജ് സ്കിൽ ലിസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മളൊരു പ്രോഗ്രാം സജഷൻസിലേക്ക് പോകാൻ. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അവരുടെ അക്കാഡമിക്സ് എവിടെയാണോ സൂട്ടബിൾ ആവുന്നത് വ്യക്തമായിട്ട് അത് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ചിട്ട് പിന്നീട് ഡിസൈഡ് ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ കുട്ടികൾ IELTS ഇല്ലാതെ ഇവിടുത്തെ +2ൻ്റെ മാർക്കിൽ ഇംഗ്ലീഷ് മാർക്ക് വെച്ച് കയറി പോകുന്ന കുട്ടികളുണ്ട്. പക്ഷെ അവർ ആ രാജ്യത്തെത്തുമ്പോൾ കാനഡ ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം ആയിക്കോട്ടെ, അവിടെ എത്തുമ്പോൾ അവർക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് +2ൻ്റെ ഒരു മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ട് അങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ വരുന്നത്? അതായത് UK IELTS വേവ് ഓഫ് കൊടുക്കുന്നുണ്ട്. പിന്നെ യൂറോപ്യൻ ഡെസ്റ്റിനേഷൻസ് മിക്കതും തന്നെ കൊടുക്കുന്നുണ്ട്. റീസൺസ് വേറെ ഒന്നുമല്ല, നമ്മളുടെ 12th ഇംഗ്ലീഷിൽ എബോവ് ഒരു 75 to 80% വരുമ്പോൾ IELTSൻ്റെ ഏകദേശം ഒരു 6.5 എന്നുള്ള ലെവലിലാണ് അവർ കണക്കാക്കുന്നത്. ഓക്കെ. ഇനി ഈ ഇംഗ്ലീഷ് വേവ് ഓഫ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അങ്ങനെയല്ല. വേവ് ഓഫ് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂവും കൂടെ സ്റ്റുഡൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി അത് അവർക്ക് ഇൻ്റർവ്യൂ വെച്ച് അവരുടെ എലിജിബിലിറ്റി അവർ ചെക്ക് ചെയ്യുന്നുണ്ട്.
ആ എലിജിബിലിറ്റി, ആ ഇൻ്റർവ്യൂ സ്കിൽസ് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് അവരുടെ ഫൈനൽ അൺകണ്ടീഷണൽ ഓഫർ വരുന്നത്. അപ്പോൾ വേവ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഈ 75% എബോവ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ആ കുട്ടികളെ നമ്മൾ അതനുസരിച്ചിട്ട് ഇൻ്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുന്നു. എന്തെല്ലാം ചോദ്യങ്ങൾ വരും, എങ്ങനെയൊക്കെയാണ് ആൻസർ പറയേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ മിനിമം 1 minute to 2 minutes വരെ അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ നിന്ന് ആ കുട്ടി എത്രമാത്രം ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. തപ്പിത്തടഞ്ഞ് പറയുന്നവർക്കൊന്നും 2 മിനിറ്റിൽ കൂടുതൽ, 2 മിനിറ്റോ 1 മിനിറ്റോ ഒന്നും ദീർഘമായിട്ട് ആൻസർ പറയാൻ പറ്റില്ല. അപ്പോൾ കാണാപ്പാടം പഠിച്ചും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഈ ചാറ്റ് GPT, ജെമിനി പോലെയുള്ള ഇതിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ടല്ലോ, റീൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇത് നേരെ പക്ഷെ അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. കാരണം ചിലതിലെല്ലാം AI ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുക, നമുക്ക് അത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കാനുള്ള ഓപ്ഷൻസ് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനെ ഇവിടെ ഇരുത്തിയിട്ട് തന്നെ ഇൻ്റർവ്യൂ അവരെങ്ങനെയാണ് ആ സെഷൻ എടുക്കുന്നതെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എനിക്ക് കണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാനും കണ്ടിട്ടുണ്ട് പല AI വീഡിയോസിൽ ഇങ്ങനെ അവർ ചോദിക്കുന്നു, നമ്മളിത് ആൻസർ പറയുന്നു. പക്ഷെ അതൊന്നും ഇവിടെ പോസിബിൾ ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ പോസിബിൾ അല്ല. പക്ഷേ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂവിന് മുന്നേ തന്നെ നമ്മളൊരു എൻ്റെ സ്റ്റുഡൻസിന് പൊതുവേ ഞാൻ തന്നെയാണ് മോക്ക് സെഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു ഓഫർ ലെറ്റർ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ തുടങ്ങി ക്വസ്റ്റ്യനെയർ കൊടുക്കും. അതായത് ഓരോ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെയും ക്വസ്റ്റ്യനെയർ ഉണ്ട്. ജനറലി എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു UK പോകുന്ന കുട്ടിയുടെ വൈ UK, വൈ ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം, വൈ ദിസ് യൂണിവേഴ്സിറ്റി, യുവർ ഫ്യൂച്ചർ പ്ലാൻസ്, ആഫ്റ്റർ സ്റ്റഡീസ് വിത്തിൻ 5 years നിങ്ങൾ എവിടെ എത്താനാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽസ്, ഇതെല്ലാമാണ്. പിന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ യൂണിവേഴ്സിറ്റീസ്, കമ്പാരിസൺ ബിറ്റ്വീൻ കൺട്രീസ്, ഇതെല്ലാം നമ്മൾ ആ കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച് എനിക്കൊരു കോൺഫിഡൻസ് എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സെഷനിലേക്ക് ഇരുത്തുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഏകദേശം ഒരു കുട്ടി 7-8 തവണ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് മെയിൻ ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. അതുപോലെ നമുക്ക് ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അവർക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത്? അവർക്ക് ഈ വിസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ സ്റ്റുഡൻറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്കോളർഷിപ്പ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ അതിനോടൊപ്പം തന്നെ നൽകണോ? യൂറോപ്യൻ കൺട്രീസിൽ അങ്ങനെ പല സ്കോളർഷിപ്സും ഉണ്ട്. പക്ഷെ അത് എല്ലാവരും അതിന് എലിജിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എപ്പോഴും ഹയർ അക്കാഡമിക്സ് തന്നെയാണ് ആ ഒരു സ്കോളർഷിപ്പിൻ്റെ എലിജിബിലിറ്റിയിലേക്ക് വരുന്നത്. നമ്മൾ ഓരോ കുട്ടിയുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ഇന്ന സ്കോളർഷിപ്പിന് നിങ്ങൾ എലിജിബിൾ ആണ്, നമ്മൾ ഇവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ആ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ചില സ്കോളർഷിപ്സിന് ഒരു വീഡിയോ ടെസ്റ്റിമോണിയൽസ് ഒക്കെ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ ടെസ്റ്റിമോണിയലിൽ എന്തെല്ലാം വേണ്ടി വരും എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് സ്റ്റുഡൻറ്റിനെ കൊണ്ട് നമ്മൾ വീഡിയോ ആ ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റ് കുട്ടീനെ കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതും കൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് നമ്മൾ തന്നെയാണ് സ്കോളർഷിപ്സിൻ്റെ പ്രോസസ്സിന് വേണ്ടി ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നതും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതും എല്ലാം തന്നെ. പക്ഷേ എപ്പോഴും ഒരു 100% സ്കോളർഷിപ്പ് കിട്ടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. നമുക്കിപ്പോൾ 2-3 സ്റ്റുഡൻസിന് ഫിൻലാൻഡിൻ്റെയും ഡെൻമാർക്കിൻ്റെയും ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്സ് കിട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജാനുവരിയിലാണ് അവർ അഡ്മിഷൻസ് പോയത്. ഫിൻലാൻഡിൻ്റെത് കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ ഇൻടേക്കിലേക്കായിരുന്നു. ഡെൻമാർക്കിൻ്റെത് ജാനുവരിയിലേക്ക്. ഫാമിലി ആയിട്ട് തന്നെയാണ് അവരെല്ലാവരും ഈ പറയുന്ന സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവർ പോലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായതല്ല. ഞാൻ പറഞ്ഞായിരുന്നു പോസിബിലിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മൾ അതുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബാക്ക് എൻഡിലുള്ള കാര്യങ്ങളൊന്നും നിർത്തിക്കളയായിരുന്നു. ഫിനാൻഷ്യൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത്. പക്ഷേ നമുക്ക് 2-3 കുട്ടികൾക്ക് ഫുള്ളി ഫണ്ടഡ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയുള്ള കമ്മിങ് ഇൻടേക്സിലും അത് പോസിബിൾ ആകാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. കോളേജുകളുമായിട്ട് നമുക്ക് നേരിട്ടാണോ അപ്പം ടൈപ്പ് ഉണ്ടാവുക? യെസ്. ഓക്കെ, ഇത്ര കോളേജുകൾ നമ്മൾ സെലക്ട് ചെയ്യും, അത് അവർ നമുക്ക് ഓപ്ഷൻസ് അല്ലല്ല, നമ്മൾ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുകയാണ്. നമ്മൾ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ട് നമ്മൾക്ക് ഇത്രയും സ്റ്റുഡൻസിന് ഇന്ന പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻസിലേക്ക് അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മളെല്ലാ വെയറബിൾസും നമ്മൾ വെച്ചിട്ട് തന്നെയാണ് അത് അവർ വാലിഡേറ്റ് ചെയ്ത് കുറേ സ്റ്റേജസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുമായിട്ടൊരു ഡിസ്കഷൻ വരും. അങ്ങനെയാണ് ഡയറക്റ്റ് അസോസിയേഷൻ യൂണിവേഴ്സിറ്റീസായിട്ട് വരുന്നത്. ബാങ്ക് ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, ഇപ്പം മലയോര മേഖലയാണ് അല്ലെങ്കിൽ കസ്തൂരിരംഗം പ്രദേശമൊക്കെ ആണെങ്കിൽ അത് ആ ഭൂമി പണയം വെച്ചിട്ടൊന്നും ലോൺ കിട്ടില്ല ഇത്ര എമൗണ്ട് എന്ന് പറയാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി ചാപ്റ്റർ ഇന്റർനാഷണൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്ത് നൽകാറുണ്ടോ? 2-3 രീതിയിൽ നമുക്ക് ലോണിലേക്ക് എത്താം. ഒന്ന് കൊളാട്രൽ വെച്ചിട്ടുള്ള, അപ്പോൾ ഈ കസ്തൂരിരംഗൻ ആ റിപ്പോർട്ട് അനുസരിച്ചുള്ള റീജിയൻസിൽ നിന്നുള്ളവർക്ക് പ്രോപ്പർട്ടി വെച്ചിട്ട് ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും.
പക്ഷേ അവർക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പാരൻസ് നല്ലൊരു ജോലിയിലേക്ക് ഉള്ളവരാണ് എന്നാണെങ്കിൽ പാരൻസിൻ്റെ സാലറി ബേസ് ചെയ്തിട്ടാലും ലോണിലേക്ക് എത്താവുന്നതാണ്. നമുക്ക് കുറച്ചധികം ബാങ്കിങ് സെക്ടേഴ്സായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ലോണാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ നിങ്ങളുടെ പ്രോപ്പർട്ടി ഇങ്ങനെയാണോ, അതിന് ഇന്ന ഫെസിലിറ്റീസ് ഉണ്ടോ എന്നെല്ലാം ഞങ്ങൾ തന്നെ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യും. അപ്പോൾ അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൻ്റെ പേഴ്സണെ കണക്ട് ചെയ്തിട്ട് അവർ കൂടുതൽ അതിന് അവരുടെ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യും. എന്നിട്ട് അത് ഈ പറയുന്ന രീതിയിലുള്ളതാണെങ്കിൽ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പാരൻസിൻ്റെ ഫിനാൻഷ്യൽസും അവരുടെ ജോബും എല്ലാം നോക്കിയിട്ടായിരിക്കും അടുത്ത സ്റ്റേജ് പോകുന്നത്. അപ്പോൾ പാരൻറ്റിൻ്റെ സാലറി വെച്ചിട്ട് ലോൺ കൊടുക്കുന്ന ബാങ്കിങ് സെക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അവരായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ എല്ലാ ഡെസ്റ്റിനേഷൻസിലേക്കും ഈ പറയുന്ന സാലറി ബേസ്ഡ് ആയിട്ടുള്ള ലോൺസ് അക്സെപ്റ്റബിൾ അല്ല. ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ എന്താ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇപ്പം എല്ലാ ബാങ്ക് അക്കൗണ്ടും സ്യൂട്ടബിൾ ആണ്? എല്ലാ ബാങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടായാൽ മതിയോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെയല്ല, നാഷണലൈസ്ഡ് ബാങ്ക് ആയിരിക്കണം. ചെറിയ കോപ്പറേറ്റീവ് ബാങ്ക്സോ അങ്ങനെയുള്ള ബാങ്ക്സോ ഒന്നും അതിൽ പോസിബിൾ അല്ല. കാരണം അവർക്കൊരു നാഷണലൈസ്ഡ് RBI റെഗുലേഷൻസിൻ്റെ കീഴിൽ വരുന്ന ബാങ്ക്സ് നിർബന്ധമാണ്. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് തന്നെയാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ കുട്ടികൾ ഈ ബാങ്ക് തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നത് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അവരോട് അക്കൗണ്ട് അത് കൂടുതലും ഈ കണ്ണൂർ, വയനാട് റീജിയൻസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് കൂടുതലും എന്താ പറയുക, അവർ കോപ്പറേറ്റീവ് ബാങ്ക്സിലായിരിക്കും അവരുടെ ഫിനാൻഷ്യൽസ് കിട്ടുന്നത്. കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ്സ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫിനാൻഷ്യൽസിന് സംസാരിക്കുമ്പോൾ ഇത്ര എമൗണ്ട് വേണം, ഇന്ന ബാങ്കിലായിരിക്കണം എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് അങ്ങനെ ബാങ്ക് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള SBIയോ ഫെഡറലോ അങ്ങനെയുള്ള നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് പോയി നിങ്ങൾ ഈ പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തോളൂ എന്ന് പറയും. കാരണം ആ പർട്ടിക്കുലർ ബാങ്കിലേക്ക് ഈ ഫിനാൻഷ്യൽസ് ഇട്ടാലേ നമുക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു കോളേജിലേക്ക് അപ്ലൈ ചെയ്യുമ്പം ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുക? എപ്പോഴും കേട്ടിട്ടുണ്ട് ChatGPT അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് കുട്ടികളത് തയ്യാറാക്കാറുണ്ട്, അപ്പോൾ അത് റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കോളേജ് പ്രീവിയസ്ലി പഠിച്ച കോളേജിൽ നിന്ന് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് അവർ ആ ഒരു ഡ്യൂറേഷനിൽ പഠിച്ചിരുന്ന സമയത്ത് അവരുടെ ഫാക്കൽറ്റി അവരെ കുറിച്ചിട്ട് എത്രമാത്രം പോസിറ്റീവായിട്ട് ആ ഒരു റിപ്പോർട്ടിൽ എഴുതാൻ പറ്റുമോ അതാണ് ഉദ്ദേശിക്കുന്നത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനിൽ. രണ്ടാമത് ചോദിച്ചത് ChatGPT യൂസ് ചെയ്ത സാധനമാണ്, അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആണ്. ZeroGPT എന്ന് പറയുന്ന ഒരു പ്ലെജറിസം ഫ്രീ ആയിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസ് നോക്കുന്നത് ഈ ZeroGPTയിൽ ഇട്ടിട്ടാണ്. അപ്പോൾ ZeroGPTയിൽ ഈ കുട്ടി തന്ന SOP കണ്ടന്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് എത്ര പെർസെൻറ്റേജ് ChatGPT ജനറേറ്റഡ് ആണെന്ന് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അവരുടെ ഒരു ബേസിക്സ്, അവർ കോളേജിൽ എന്ത് ചെയ്തു, അവർ വർക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത് അവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ബേസിക്സ് ആയിട്ടുള്ളൊരു സാധനം അവരോട് പ്രിപ്പയർ ചെയ്ത് തരാൻ പറയും. ബാക്കി നമ്മൾ തന്നെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാറാണ് പതിവ്. ഈ പഠിക്കാൻ വേണ്ടി വിദേശത്തെത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേഗം ജോലി കിട്ടാതെ വരികയും ഇപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന്. അപ്പം ഈ റിമോട്ട് ഏരിയയിലേക്ക് പോകുമ്പോഴാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ഇതെങ്ങനെ മാനസികമായിട്ട് തയ്യാറെടുക്കണം? ഇപ്പൊ പറഞ്ഞല്ലോ റിമോട്ട് ഏരിയ, ഈ പറയുന്ന സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നവനോട് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് ഇവിടെ പാർട്ട് ടൈമിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഇത്രയും ഡ്യൂറേഷൻ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പാർട്ട് ടൈമിലേക്ക് വരാൻ പറ്റുന്നത് എന്നെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ചോദിച്ചു വരുന്നവർക്ക് അവിടെ ആരെങ്കിലും സപ്പോർട്ടായിട്ടുണ്ടാവാറുണ്ട് ബേസിക്കലി. റിമോട്ട് ഏരിയ സെലക്ട് ഓക്കെ, ഇല്ല അവിടെ എൻ്റെ ചേട്ടനുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെനിക്ക് പാർട്ട് ടൈം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ബേസിലാണെങ്കിൽ ഓക്കെ ഫൈൻ, അവർ അവിടെ സേഫ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ചില കുട്ടികൾ ഈ റിമോട്ട് ഏരിയ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് സ്ട്രക്ചറിൽ വളരെ കുറവുണ്ടാവും. അപ്പോൾ ആ കമ്പാരിറ്റീവ്ലി വേറൊരു യൂണിവേഴ്സിറ്റിയും ഈ യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 4 lakhs 5 lakhs ഡിഫറൻസ് കാണുന്നുണ്ടായിരിക്കും കുട്ടികൾ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മളത് പറയുന്നുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ യൂണിവേഴ്സിറ്റി തന്നെ അവർക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ അത്രമാത്രം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ അതെടുത്താലും ഇന്ന ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ അക്കോമഡേഷൻ നമ്മൾ പറയുന്നുണ്ട്. ഈ ഡെസ്റ്റിനേഷനിൽ അക്കോമഡേഷൻ എന്ന് വെച്ചാൽ ഏതൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന കുട്ടികൾക്കും എല്ലാ ദിവസവും ക്ലാസ് ഇല്ല. മാക്സിമം 2 days, അതിൽ 3 or 4 hours ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 5-6 ദിവസം അവർ ഒരു കുറച്ചധികം ഡിസ്റ്റൻസിൽ നിന്നാൽ പോലും ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് 2 ദിവസം പോയാൽ മതിയല്ലോ. അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്ന ഡെസ്റ്റിനേഷനിൽ നിൽക്കുക. ഈ റീജിയണിൽ നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക പാർട്ട് ടൈം ഫെസിലിറ്റീസ് ഉണ്ട്, നമ്മൾ അതനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. 2 ദിവസം നിങ്ങൾ എന്തായാലും ചെറുതായിട്ടൊന്ന് ട്രാവൽ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ കുട്ടികൾ അതിന് വില്ലിങ് ആണ്.
അതുപോലെ ഇപ്പൊ അക്കാദമിക്കലി ഗ്യാപ്പ് വരുന്നവര് ആ ഗ്യാപ്പ് എടുത്തതിന് ശേഷം വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ ചോദ്യം വരുമല്ലോ, എന്തുകൊണ്ട്? അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നാൽ അവർ നേരിടേണ്ട, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം, വിസ കിട്ടാനും കോളേജിൽ അഡ്മിഷൻ കിട്ടാനും ഒക്കെ? കോളേജ് തീർച്ചയായിട്ടും ആ ഗ്യാപ്പിന് ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചിരിക്കും. ജസ്റ്റിഫൈ ചെയ്യാണ്ട് അപ്പുറത്തേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന പെൺകുട്ടികളായാലും ബോയ്സ് ആയാലും ഓക്കെ, ഞാൻ വെറുതെ ഇരുന്നു എന്ന് വെറുതെ ഇരുന്നു എന്ന് പറയുന്നത് ആർക്കും അക്സെപ്റ്റബിൾ അല്ല. ഇപ്പോൾ ഈവൻ എനിക്ക് പോലും അക്സെപ്റ്റബിൾ അല്ല. കാരണം ആ പ്രോസസ്സിലിരിക്കുന്ന എനിക്കറിയാം യൂണിവേഴ്സിറ്റി എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ 10 years ഒക്കെ ഗ്യാപ്പ് വന്നിട്ട് ഒരു ആഡും കണ്ടിട്ട് അയ്യോ ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? 10 years ഗ്യാപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ സ്റ്റഡി ടു സ്റ്റഡി ഗ്യാപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രീവിയസ് സ്റ്റഡി കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തെ ഗ്യാപ്പ് അടുത്ത സ്റ്റഡിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ അവർ തീർച്ചയായിട്ടും ജോലി ചെയ്തിട്ടുണ്ടാവണം. അതിനു വേണ്ടിയുള്ള പ്രോപ്പർ ഡോക്യുമെന്റേഷൻ വെക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചില കേസസിൽ മെറ്റേണിറ്റി ലീവ് അങ്ങനെയുള്ള കേസസ് അതൊക്കെ ഒരു മാക്സിമം 1.5 years 2 years വരെയും കൊടുക്കാം. അതായത് ബേബി കെയറിങ് മെറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം നമ്മൾ വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഹസ്ബൻഡിനോടൊപ്പം പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അവരുടെ ഇതിൽ ആ പറയുന്ന പെർട്ടിക്കുലർ എന്താ പറയുക അവരുടെ ഡ്യൂറേഷൻ അവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു വിസയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം SOPയിൽ പറഞ്ഞ് പ്രൂവ് ചെയ്തിട്ടാണ് വെക്കുന്നത്. പക്ഷേ 10 വർഷം അങ്ങനെ വെറുതെ ഇരുന്നു ഇനി എനിക്ക് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജസ്റ്റിഫൈ ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേ മതിയാവും. ഈ കാനഡയിലെയും UK-ലെയും കോളേജുകളും യൂണിവേഴ്സിറ്റികളൊക്കെ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? എപ്പോഴും കാനഡയിൽ UK-യിൽ ഏത് ഡെസ്റ്റിനേഷൻസിലും അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് യൂണിവേഴ്സിറ്റീസ് ആണ് എടുക്കേണ്ടത്. കാനഡയിലെ കേസ് പറയുമ്പോൾ കാനഡയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടത് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ആണ് കാനഡയിൽ കൊടുക്കുന്നത്. കാനഡയിൽ അതുമാത്രമല്ല, കാനഡയിൽ ഡിപ്ലോമ പ്രോഗ്രാം 2 year ഡിപ്ലോമ, 3 year ഡിപ്ലോമ, 3 year അഡ്വാൻസ് ഡിപ്ലോമ, 3 year ബാച്ചിലേഴ്സ് ഡിഗ്രി, 4 years ഹോണേഴ്സ് ഡിഗ്രി, PG ഡിപ്ലോമ ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി, ഇത്രയും ഓപ്ഷൻസ് കാനഡയിലുണ്ട്. UK-യിലാണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി. ഓസ്ട്രേലിയ ഓൾസോ ബാച്ചിലേഴ്സ് ഡിഗ്രി ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി. പക്ഷേ അവിടെ ഡിപ്ലോമാസ് ഓപ്ഷൻസ് ഉണ്ട്. അത് കുറച്ചൊരു വിസ ക്രൈറ്റീരിയയിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതാണ് ഡിപ്ലോമ ഓപ്ഷൻസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കൂടുതലും ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് തന്നെയാണ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇപ്പോൾ പറഞ്ഞ എല്ലാ ഡെസ്റ്റിനേഷൻസിലും ഗവൺമെൻറ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇതെല്ലാം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് പിന്നീട് സ്റ്റേ ബാക്ക് വേണം, അവരുടെ പഠിച്ചിറങ്ങിയതിൻ്റെ എന്താ പറയുക ക്രെഡൻഷ്യൽസ് വാലിഡ് ആയിരിക്കണം. അതായത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഡിഗ്രീസ് ആണ് ഇവിടുന്ന് എല്ലായിടത്തും കിട്ടുന്നത്. പക്ഷേ ഈ പറയുന്ന കാനഡയിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് PSW കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ് സജഷൻ പോകുന്നത്. കുട്ടികളും ഒരു 30 ലക്ഷം 40 ലക്ഷം ഒക്കെ ആയിരിക്കുമല്ലോ ഒരു കോളേജിലേക്ക് ഫീസായിട്ടൊക്കെ അടയ്ക്കുക. ഇങ്ങനെ അയക്കുന്ന സമയത്ത് കുട്ടികൾ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവരുടെ ഓഫർ ലെറ്ററിൽ വ്യക്തമായിട്ട് അവരുടെ ഫീസ് അടയ്ക്കേണ്ട മീഡിയം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ പാർട്ട്ണറിനെ എപ്പോഴും യൂണിവേഴ്സിറ്റി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ പാർട്ട്ണറിൻ്റെ പേജിലേക്കാണ് പോകുന്നത്. അതിൽ കുട്ടിയുടെ ഇൻസ്ട്രക്ഷൻസ്, അതായത് കുട്ടിയുടെ ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ്റ് ID, കുട്ടിയുടെ ഫുൾ നെയിം അക്കോർഡിംഗ് ടു പാസ്പോർട്ട്സ് എല്ലാ ഡീറ്റെയിൽസും ഇടുന്നു. അതിന് ശേഷം എത്രയാണ് നമ്മൾ ഡെപ്പോസിറ്റ്സ് അടയ്ക്കുന്നത് എന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്യുന്നു. ഇതെല്ലാം ജനറേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ലെറ്ററാണ് നമുക്ക് കിട്ടുന്നത്. ആ ഇൻസ്ട്രക്ഷൻ ലെറ്ററിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാകും. ഒരു റെഫറൻസ് നമ്പറും ഉണ്ടാവും. ഈ ഇൻസ്ട്രക്ഷൻ ലെറ്ററായിട്ട് കുട്ടിയുടെ ബാങ്കിൽ പോകുന്നു. അവിടെ നിന്നാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചിലപ്പം പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ ഈ ഫണ്ട് എവിടെ സ്റ്റക്കായി എന്ന് അറിയാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ടോ? അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ പാർട്ണർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലൈവെയർ ഒരു ഫിനാൻഷ്യൽ പാർട്ട്ണറാണ്, കോൺവേറ എന്ന് പറയുന്ന ഫിനാൻഷ്യൽ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇതിലൊക്കെ ട്രാക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ആ റെഫറൻസ് നമ്പറാണ് ഈ പറയുന്ന പെർട്ടിക്കുലർ എമൗണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്ത് റെഫറൻസ് നമ്പർ എല്ലാം ഇട്ട് ഈ പറയുന്ന പെർട്ടിക്കുലർ എമൗണ്ട് അവർക്ക് തന്നെ നമ്മളിത് ഇട്ട് കാണാൻ പറ്റും ഈ എമൗണ്ട് അവിടെ എത്തിയിട്ടില്ല എന്ന്. നമ്മൾ പറയുന്നുണ്ട് ഈ എമൗണ്ട് ഇത്ര ദിവസമായി ചെയ്തിട്ട് ഇതുവരെ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ അവരത് റെക്ടിഫൈ ചെയ്ത് അതിനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. ഈ പഠനത്തിന് ശേഷം PR കിട്ടാൻ വേണ്ടി കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളിവിടുന്ന് PR എന്ന് പറയുന്നതാണല്ലോ എല്ലാവരുടെയും ഫോക്കസ്. ഇത്രയും ലക്ഷങ്ങൾ നമ്മൾ മുടക്കി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു PR എത്തണം. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റേജിൽ
അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. പക്ഷേ ഒരാൾ വന്നിട്ട് അയാൾക്ക് ഒരു രീതിയിലും റിലേറ്റബിൾ അല്ലാത്ത ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അവിടെ PR ലിസ്റ്റിലുണ്ട്, എനിക്ക് അതിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം പ്രീവിയസ് അക്കാഡമിക്സ് എക്സ്പീരിയൻസ് എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഒരു PR പോസിബിലിറ്റീസിലേക്ക് എത്തുന്നത്. അതനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്യുക, അഡീഷണൽ സ്കിൽസ് അറ്റൈൻ ചെയ്യുക, സർട്ടിഫിക്കറ്റ്സ് എടുക്കുക, ഇതെല്ലാം. അതായത് ഓൺലൈനായിട്ടായാലും ആ പറയുന്ന അഡീഷണൽ സ്കിൽസും കാര്യങ്ങളും എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും PR പോസിബിലിറ്റീസ് ഉണ്ട്. PR കിട്ടണില്ല എന്ന് ഇപ്പം കൂടുതൽ കുട്ടികൾ പറയുന്നുണ്ടല്ലോ, വിസയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഇമിഗ്രേഷൻ മാറ്റങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അത് ഈ കുട്ടികളെ മാനസികമായിട്ട് വല്ലാതെ ബാധിക്കുന്നുണ്ടല്ലോ. അത് ഇവിടുന്ന് പോകുന്ന എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ ആ ഒരു ടെൻഷനുണ്ട്. പക്ഷേ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, PR എത്തണമെങ്കിൽ നല്ലൊരു അക്കാഡമിക്സോടെ നമ്മൾ പഠിച്ചിറങ്ങി അതിൻ്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു, റിലേറ്റഡ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നു, ഇതെല്ലാമാണ് PR ക്രൈറ്റീരിയസിലേക്ക് വരുന്നത്. ആ ഒരു പോയിന്റിൽ അവർ ഒരു 1 or 2 years അവരുടെ റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ PR എലിജിബിലിറ്റി അവർ മീറ്റ് ചെയ്യുകയാണ്. എന്നിട്ടാണ് IELTS രണ്ടാമത് എഴുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ IELTS വേണമെന്ന സ്ഥലത്ത് PR ഏതൊരു കൺട്രീസിനായാലും ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രീവിയസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്, അവരുടെ അക്കാഡമിക്സ്, ഇതെല്ലാം വാലിഡേറ്റ് ചെയ്തിട്ട് പോയിന്റ് സിസ്റ്റത്തിലാണ് PR വരുന്നത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലല്ല. പിന്നെ ഈ പറയുന്ന UK പോലുള്ള രാജ്യങ്ങളിൽ മിനിറ്റിന് നിയമങ്ങൾ മാറ്റുന്നത് കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ UK സ്റ്റഡീസിന് പോകുന്നു, അവിടെ ഒരു 1.5 വർഷത്തോളം സ്റ്റഡീസ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നു, അതിനുശേഷം ഓസ്ട്രേലിയയിലേക്കോ US കാനഡയിലേക്കോ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഒരു UK ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അവിടുത്തെ ഡിഗ്രി ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഡിഗ്രിയാണ്. അപ്പോൾ ഈ പറയുന്ന പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻസിലേക്ക് പോകാൻ ആ ഒരു മൈഗ്രേഷനിലേക്ക് ഇവർ എലിജിബിൾ ആവുന്നുണ്ട്. പിന്നെ UK എല്ലാവരും സെലക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി റിക്വയർമെൻറ്റ്സ് എല്ലാം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ആണ്. അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും നേരിടാൻ, വലിയൊരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളൊന്നും വേണ്ടി വരാറില്ല. പിന്നെ 1 year കൊണ്ട് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ബാക്കി ഏത് ഡെസ്റ്റിനേഷനിലാണെങ്കിലും 2 year കൊണ്ടേ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ ഇപ്പോൾ UK പ്രിഫർ ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ട് കുറച്ചൊരു ഫ്ലെക്സിബിൾ കൺട്രിയിൽ വരുന്നതാണ് UK. പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആവുന്നതുകൊണ്ട് അതർ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയുടെ ആവശ്യം വരുന്നില്ലല്ലോ. ഈ വിവാഹം കഴിഞ്ഞ് പാർട്ട്ണറെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് PR കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയാറുണ്ട്. അത്തരം വാദങ്ങളൊക്കെ ശരിയാണോ? അതല്ല, പാർട്ട്ണറെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷനുള്ളിടത്തേ ഒരു പാർട്ട്ണറെ കൊണ്ടുപോകുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ കാനഡയിലേക്കാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയിലേക്ക് പോകുന്നവരൊക്കെ പാർട്ട്ണറെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. UK MRS പ്രോഗ്രാം, മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാമിൽ, അത് എല്ലാ MRSനും യൂണിവേഴ്സിറ്റീസും ഈ പറയുന്ന സ്പോർട്സിന് അലൗഡ് അല്ല. ഈ ഓസ്ട്രേലിയയിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ പോകുന്ന ഒരാൾ വിത്തിൻ 30 yearsനുള്ളിൽ അഡ്മിഷൻസ് എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് സ്പോർട്സൽ വിസ കൂടി പോസിബിൾ ആവുകയുള്ളൂ. സെയിം ന്യൂസിലൻഡിൻ്റെ കേസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അയർലൻഡിൻ്റെ കേസിൽ സ്പോർട്സ് അലൗഡ് അല്ല, ഒരു പ്രോഗ്രാമിനും സ്പോർട്സ് അലൗഡ് അല്ല. ഫിൻലാൻഡ് സ്പോർട്സ് അലൗഡാണ്, സ്വീഡൻ സ്പോർട്സ് അലൗഡാണ്, ഡെൻമാർക്ക് സ്പോർട്സ് അലൗഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസിലേക്ക് ആണ് ഇവർ തന്നെ ഫോക്കസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് അവർക്ക് തന്നെ അറിയാം ഒരുമിച്ച് പോകാൻ പറ്റുന്നതാണ്. പിന്നെ സ്പോർട്സിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ആ സ്പോർട്സിന് ഫുൾ ടൈം വർക്ക് റേറ്റ്സ് ഉണ്ട്. സ്റ്റുഡൻറ്റിൽ നിൽക്കുന്ന ആൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 20 hours, ചിലപ്പോൾ 24 hours ഒക്കെ അവർക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു സ്പോർട്സിന് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി എങ്കിലും ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഫുൾ ടൈം വർക്ക് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് മറ്റേ സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു സ്പോർട്സൽ വിസയിൽ പോകുന്നവർക്ക് അങ്ങനെ വലിയൊരു ഫിനാൻഷ്യൽ ഈ പറയുന്ന PR എത്താനുള്ള ബുദ്ധിമുട്ടുകളൊന്നും അങ്ങനെയില്ല. അവരതനുസരിച്ച് എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരിക്കും വരാറുള്ളത്. ആരോഗ്യ മേഖല അവിടുത്തെ ഇപ്പം വലിയ ചർച്ചയാവാറുണ്ട് കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പം ഒരു അസുഖം വരുന്ന സമയത്ത് നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല, ദിവസങ്ങളോളം കാത്തിരിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്? നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഇതിന് അത്ര വലിയ പ്രാധാന്യമില്ലാത്തത്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ചെല്ലാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനായാലും, ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നവർക്ക് വിസ പ്രോസസ്സിങ്ങിൽ തന്നെ നമ്മൾ അവരുടെ പെർട്ടിക്കുലർ ഡ്യൂറേഷനെ ബേസ് ചെയ്തിട്ട് ഇൻഷുറൻസും കൂടെ മാൻഡേറ്ററിലി അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ UK പോകുന്നവർക്ക് അതുണ്ട്. ബാക്കി ഏത് ഡെസ്റ്റിനേഷനിലേക്കും പോകുന്നവർക്ക് നമ്മൾ ആ പറയുന്ന പെർട്ടിക്കുലർ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു 30,000 AUD അല്ലെങ്കിൽ 30,000 euros വരുന്ന പാക്കേജിൽ എടുക്കുക. അതായത് വലിയ എമൗണ്ട് ഒന്നും ഇന്ത്യൻ മണിയിൽ അത് വരുന്നില്ല. കവറേജ് അത്രേ പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു 8,000, 6,000, 7,000 രൂപയിൽ ഒതുങ്ങും. നമ്മൾ ആ ഡ്യൂറേഷൻ, നമ്മുടെ പ്രോഗ്രാം ഡ്യൂറേഷന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് സ്റ്റുഡൻറ്റിന് ആ ഇൻഷുറൻസ് കൊടുക്കണം. അത് കൂടുതലും യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നവർക്കാട്ടോ. അപ്പോൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ, വിസയ്ക്ക് വെക്കുന്നതിന് മുന്നേ നമ്മൾ ആ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ തീർച്ചയായിട്ടും അവരെ കൊണ്ട് എടുപ്പിക്കാറുണ്ട്.
പിന്നെ എമർജൻസി ഒരു വിങ്ങുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ പെട്ടെന്ന് നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഉള്ള പോലെ ആ രാജ്യത്തില്ല, ശരിയാണ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും ആ ഒരു ഹെൽത്ത് സിസ്റ്റം നോക്കിയിട്ട് ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നത്. വ്യക്തമായിട്ട് നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലും എമർജൻസി പറയണമെങ്കിൽ എമർജൻസി സെല്ലിൽ വിളിച്ചാൽ മതി. അവർ ഈവൻ ആംബുലൻസും അതൊക്കെ ആയിട്ട് വന്നിട്ട് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ അവർക്ക് ചിലപ്പോൾ വീട്ടിൽ തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ കൊടുത്തിട്ട് ക്ലിയർ ചെയ്ത് പോകും. ചില കേസസിൽ അങ്ങോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറയുന്ന ഇൻഷുറൻസ് അവർക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ബേസിക് മെഡിസിൻസ് കയ്യിൽ കരുതണോ? അത് ഇവിടുന്ന് പോകുന്ന എല്ലാ കുട്ടികളും ബേസിക് മെഡിസിൻ, അതായത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് പെട്ടെന്നൊരു ചേഞ്ച് വരാമല്ലേ. അപ്പോൾ നമുക്കിവിടെ തന്നെ ഒരു ചൂട് കഴിഞ്ഞ് മഴ വരുമ്പോൾ തന്നെ നമുക്ക് വൈറൽ ഫീവർ അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴും മിക്ക കുട്ടികൾക്കും പുതിയൊരു ക്ലൈമറ്റ് അഡാപ്റ്റ് ആവാനുള്ള സമയം എടുക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ജലദോഷം, ചുമ, പനിയൊക്കെ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു ഫുൾ അവരും പ്രീവിയസ്ലി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെ തന്നെ കണ്ട് ഇങ്ങനെ ട്രാവലിംഗ് ആണ്, പഠനത്തിനായിട്ട് പോകുകയാണ്, അതുകൊണ്ട് കുറച്ചൊരു ഡ്യൂറേഷനിലേക്ക് മെഡിസിൻ വേണം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ബില്ല് സഹിതമാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ടത്. കാരണം ഇതെല്ലാം വെരിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡോക്യുമെൻ്റ് കൊടുത്തില്ലെങ്കിൽ കസ്റ്റമർ ഓഫീസർ അതെടുത്ത് പുറത്തേക്ക് എടുത്തിടും. അതുകൊണ്ട് എല്ലാ കുട്ടികളും അത് പാക്കേജായിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പം പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? കൂടുതലായിട്ടും ഇന്ത്യയിൽ നിന്ന്, അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരു 80% കുട്ടികളും വിദേശത്തേക്കാണ് പോകുന്നത്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും നമ്മളൊരു ലൈഫിൻ്റെ ഒരു വലിയൊരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്നും നമുക്കൊരു സേഫ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ട്. ഏതൊരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്താലും നമ്മൾക്കത് സൂട്ടബിൾ ആണോ, ഓക്കെ, നമുക്ക് അവിടെ എത്രമാത്രം സർവൈവൽ ഉണ്ട്, നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്ര ഡ്യൂറേഷനുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടും, ഇതെല്ലാം ഒരു സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല എൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് പോയി അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുള്ളൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെല്ലാം ഫിനാൻഷ്യൽ പരമായ എന്തെല്ലാം ഗ്രോത്ത് ഉണ്ടാവും, എത്ര ടൈം ഡ്യൂറേഷനുള്ളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടും, ഇതെല്ലാം ഒരു സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ അവരുടെ അക്കാഡമിക്സും ബാക്കി വിസ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതനുസരിച്ചിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് പോകുന്ന പല കുട്ടികളും ഉണ്ട് കേട്ടോ. അവിടെ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് പാർട്ട് ടൈം കിട്ടി കേട്ടോ, എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് ഇത്ര അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ എല്ലാം നല്ലൊരു പ്ലാൻഡ് ആയിട്ട്, അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് മാത്രം ഒരു റിസർച്ച് നടത്താണ്ട് നമ്മളൊരു എടുത്തുചാട്ടം പാടില്ല എന്നേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മുടെ ഒപ്പം ഇരുന്നതിന്. താങ്ക് യു.